എന്റെ റിൻസി കഷ്ടമായി പോയടി. ഒരൊറ്റ ഫോട്ടോ എന്റെ ഇല്ല. ആ ഫോട്ടോഗ്രാഫർക്ക് എന്തൊരു തിരക്കായിരുന്നു. ഇരിക്കുന്ന ഫോട്ടോ എടുക്കുന്നു, നടക്കുന്ന ഫോട്ടോ എടുക്കുന്നു, പ്രസവിക്കുന്ന ഫോട്ടോ എടുക്കുന്നു. അവസാനം എന്റെ കയ്യിൽ നിന്ന് അരക്കുപ്പി സ്കോച്ച് മേടിച്ചു കുടിച്ചത് അവന് വെച്ചോ. എങ്കിൽ അത് കിട്ടാൻ ചെയ്തതായിരിക്കും. എനിക്ക് തോന്നുന്നത് നന്ദി പ്രസംഗം ആയപ്പോഴത്തേക്കും അവന്റെ ഫിലിം റോൾ തീർന്നെന്നാ. ആ താലിപ്പൊലി പെണ്ണുങ്ങളുടെ ഒരു 500 ഫോട്ടോ എങ്കിലും അവൻ എടുത്തിട്ടുണ്ട്. അത് നേരെ ഇതിനകത്ത് 3-4 ഫോട്ടോ അവരുടെ തന്നെ ഫോട്ടോയാ താൽപോൽക്കാരുടെ. ഒരു കണക്കിന് കഷ്ടമായി പോയി. നീ അവരുടെ കൂടെ കൂടിയാ മതിയായിരുന്നു. നിന്റെ ഫോട്ടോ എങ്കിലും കിട്ടിയാൽ എന്ത് ചെയ്യാന്നതാ. നീ ന്യൂസ് വായിച്ചോടി? ഹ്യൂസ്റ്റണിൽ നമ്മുടെ ജോയിഷാന്റെ അമ്മ മരിച്ച ന്യൂസ് ഇതിനകത്തുണ്ട്. ഞാൻ വായിച്ചു. നീ പിന്നെ ചരമക്കോളം മാത്രമല്ലേ വായിക്കാറുള്ളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാ റിൻസിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് മരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവള് കൃത്യമായിട്ട് പറയും. അതാ ഡ്രോയ്ക്കകത്തുണ്ട് മോനെ. ഞാനാടാ നിന്റെ പാന്റിന്റെ ബക്കിൾസ് പൊട്ടിയോ? കറമ്മന്മാരുടെ കൂട്ടർ പാളപ്പാലും ചെവിപൊട്ടന്മാരുടെ കൂട്ടർ കുന്തറാണ്ട് ചെവിയിലും. ഈയിടെ ഇച്ചിരി കൂടുതലാ. ടിവിയിലൊക്കെ കണ്ട് പഠിക്കുന്നതാന്നേ. നാട്ടിലെ ചവിട്ടുകാർക്ക് ഈ സ്റ്റൈലാ. സൂപ്പർമാന്റെ കൂട്ട് പാന്റിന്റെ മുകളിൽ അണ്ടർവെയർ ഇട്ടുകൊണ്ട് നടക്കണം. എന്റെ മനു തന്നെ അത് തിരിഞ്ഞാ കെട്ടിട്ട് ഇനി ഇത് ശകലം താഴോട്ട് താങ്ങാ. എന്നിട്ട് തൊടയടിച്ചാ പൊടിയും പൊക്കണ എന്റെ അടുത്തുനിന്ന്. നീ ആ ചെറുക്കനെല്ലാം വളം വെച്ചു കൊടുക്കണത്. ടിവിയുടെ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം മോള് ചോദിക്കുക ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താന്ന്. ഞാനൊരു വിധത്തിൽ പറഞ്ഞങ്ങ് ഉഴപ്പി. ഈയിടെയായിട്ട് ടി വി കാണിച്ചിട്ട് കൂടുന്നുണ്ട്. അതാ പിള്ളേർ ആവശ്യമില്ലാത്ത ഓരോന്ന് കണ്ടും കേട്ടും പഠിക്കുന്നത്. ഞങ്ങളുടെ ഹെഡ് നേഴ്സ് വെറോണിക്ക പറയായിരുന്നു അവള് മക്കൾക്ക് 15 വയസ്സാകുമ്പോ കേബിൾ അങ്ങ് കട്ട് ചെയ്യുന്നു. അവര് കാണിച്ചാൽ എന്നാലും കാര്യമുണ്ട്. പിള്ളേരുടെ ഈ പ്രായത്തിലൊന്നും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാ. അതിനാ ഞാൻ പറഞ്ഞത് നമുക്ക് ആ കേബിൾ കട്ട് ചെയ്തിട്ട് ആ മലയാളം ചാനൽ അങ്ങ് എടുത്തൂടെ. ഈ തോന്നിവാസം കാണത്തില്ലെന്ന് മാത്രമല്ല 4 അക്ഷരം മലയാളം പഠിക്കുകയും ചെയ്തു. അതിന് കഴിഞ്ഞ മാസം അവന്മാർ വന്ന് നോക്കുകയല്ലേ. ആ പുറയിലത്തെ 2 മരം മുറിച്ചാലേ സിഗ്നൽ കിട്ടുമെന്നല്ലേ അവര് വന്നത്. എന്നാ നിങ്ങൾ ആ മരവും കെട്ടിപ്പിടിച്ചങ്ങിരുന്നു. പിള്ളേരെ പല വഴിയിലും പോകണം. പെണ്ണെ കെട്ടിക്കാൻ നേരത്ത് വെട്ടിവെക്കാടി നല്ല കാശ് കിട്ടും. കണ്ട അവരെ നാളെ തന്നെ ഒന്നോ വിളിച്ചേക്കാം. ഇനിയിപ്പോ കേബിളിന്റെ കുറവുകൊണ്ട് പിള്ളേര് നശിച്ചു പോയെന്ന് വേണ്ട. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരേണി വെച്ച് മോളിൽ കയറി കുറുക്കുറൂന്ന് 2 വെച്ചതിന് $150. തമ്പുരാനെ, നമ്മുടെ പണി നിർത്തി ഈ പണിക്ക് എങ്ങനെ പോയിരുന്നെങ്കിൽ 10 പുത്തനുണ്ടാക്കാമായിരുന്നു. പോട്ടെ മക്കളെ, വാ നമുക്ക് മലയാളം ചാനൽ കാണാം. മക്കളെ വാ, നമ്മുടെ നാടും നാടിന്റെ കൾച്ചറും ഒന്ന് കാണാം. അയ്യോ, ചാനല് മാറിപ്പോയെന്നാ തോന്നണേ. ഇതേതാണ്ട് പാണ്ടി ചാനലാ. ഇപ്പൊ വെളുപ്പനെ വിളിക്കേണ്ട ഒരു വാക്കര്. അവിടെ നിൽക്കിയാ മതിയായിരുന്നോ? അതെനിക്കറിയായിരുന്നു. അത് പറഞ്ഞെന്താ പോരായിരുന്നോ? Look, Kavya Malan. That's Navya Nayan. Oh, Kavya Malan's better anyway. No, she's not. Dude, she's been in more movies than her. What? അപ്പൊ അതാണല്ലേ SMS. ഇതിപ്പോ പണച്ചെലവുള്ള കാര്യമെന്ന് ആരറിഞ്ഞു? അതൊന്നറിയാൻ വേണ്ടി വിളിച്ചാ. ഓക്കെ എന്നാ ബൈ. മോള് പാടിക്കേ. എന്റെ കപ്പലെ വെണ്ണിലാവ് നീ നല്ല പാട്ടക്കാരാ. കപ്പല്ല മോളെ, കൽബ്. കൽബെന്താ? അത് മുസ്ലിംകാരുടെ ഒരു സംഭവമാണ്. അതാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലത്തെ കുഴപ്പം. ഇംഗ്ലീഷും അറിയാൻ മേല, മലയാളം അറിയാൻ മേല. ആ പാട്ടുപരിപാടി തുടങ്ങാൻ സമയമായി. ബാബാ. ഇത് കഴിഞ്ഞ പാവം പവിത്രം ഉള്ളതാ.
പച്ചക്കറി എടുത്തോണ്ട് വന്ന ഇവിടെ ഇരുന്ന് അരിയാമല്ലോ. അപ്പൊ നിനക്കിന്ന് ജോലിയില്ലേ? ഓ, ഇന്ന് ഞാൻ പോകുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞ പറമ്പിലെ 2 മുട്ടൻ താടി, ഇന്നത്തെ ഓവർ ടൈം ഗോപി. ഫോൺ കോൾ. ആ ഓക്കെ, നിങ്ങൾ ഈ കളിയൊക്കെ നിർത്തി നേരത്തെ ഹോംവർക്കൊക്കെ തീർന്നാണല്ലോ. ഡാഡി വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് TV പ്രോഗ്രാംസ് ഒക്കെ കാണാം. നിങ്ങൾക്ക് നാടിന്റെ കൾച്ചറും നാടും ഒക്കെ കാണാൻ വേണ്ടിട്ടല്ലേ ഡാഡി ഡിഷ് കാശ് മുടക്ക് മേടിച്ചു വെച്ചേക്കണേ. കുഴപ്പമില്ല കേട്ടോ. നാട്ടിൽ മേരി ആന്റിക്ക് വലിവ് കൂടുതലാണെന്ന് ഇപ്പൊ എങ്ങനെയുണ്ടെന്നാ പറഞ്ഞേ? അപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ ഓൾറെഡി ലേറ്റ് ആയി. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന വഴി ഇൻഡസ്ട്രിയിൽ കയറും. അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ. എന്നാണ്ട് സോമചേട്ട വിശേഷം? ജോർജ്, എന്തുണ്ട് വിശേഷങ്ങള്? എന്നാ വിശേഷം? ജോലി കഴിഞ്ഞ് നേരെ പോകുന്നു. മീൻ വല്ലതും വന്നിട്ടുണ്ടോ? നല്ല ഫ്രഷ് മത്തി വന്നിട്ടുണ്ട്. എന്നാ വില? $5 വിലയാ. $5? അത്രയും ഫ്രഷ് വേണ്ട. എന്തൊരു സോമേട്ടാ, ഇവിടെ ആ വഴുതനങ്ങ ഇവിടെ പോയി, ഇവിടെ കാണാനില്ലല്ലോ. ഇതാരെ നമ്മുടെ TG രവിയോ? ഇതെപ്പോ എത്തി? ഇതാര് ബൈജോ? ഇതന്നെ വഴുതനങ്ങയുടെ സൗന്ദര്യം നോക്കി പഠിക്കുക. മതിയുടെ സൗന്ദര്യം നോക്കിയ കല്യാണം കഴിക്കാനൊന്നുമല്ലോ, കറി വെക്കാനല്ലേ. എന്തൊക്കെയുണ്ട് ജോർജിന്റെ വിശേഷങ്ങള്? എന്റെ മാനെ അങ്ങനെ അങ്ങ് പോണു. അല്ല, നിന്റെ കല്യാണം കഴിച്ചിട്ട് എന്തായി? കല്യാണം കഴിഞ്ഞിട്ട് എന്തുട്ടാവാൻ? അതല്ലടാ വേണ്ടേ, ആരെങ്കിലും ജോലി വല്ലോ ആയോന്ന്? ഓ, ജോലിയോ? ഇല്ല, അവൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ, അവൾ H4-ലല്ലേ. ഓ അത് ശരി. അപ്പൊ എങ്ങനെ നേരം കളയണം? നേരം കളയാനാണ് പ്രശ്നം. 24 hours TV, അത് ശരി. 4 മണിക്കൂറും ടിവിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. അത് കൊള്ളാം, അത് കൊള്ളാം. നമുക്ക് കറിവയും പരിപാടിയും എല്ലാം നമ്മുടെ നിലയിലാ. ഓ, ഈ ടിവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത്. രാവിലെ ജോലിക്ക് പോകുന്നതാ. മൂപ്പിലാത്തി ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇനിയിപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് മേടിക്കണമെന്ന്. പിന്നെ അത് പൊല്ലാപ്പോ പരിപാടി. ഹലോ, എന്നാ പച്ചക്കറി മേടിക്കണ്ടേ? ഫ്രഷ് ആയത് എന്തെങ്കിലും. ഇവിടെ എല്ലാം ഫ്രഷാ. ഞാനൊരു 2 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കട്ടെ. പരസ്യമായതും വിളിക്കാം. ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ. മുടിഞ്ഞ TV കാരണം എപ്പോഴും അതിനകത്ത് തന്നെ അവിടേക്ക് വെച്ചോളൂ. അല്ല, ഇതെന്ത് പറ്റി? എന്നാ പറ്റി മോളെ? Somebody died. പാവം മേരിയാൻറ്റി. വയസ്സായ ആൾക്കാരുടെ കാര്യമില്ല, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ഞാനൊന്നും പറയുന്നില്ല. Daddy, mummy serial കണ്ടിട്ടാ. സീരിയൽ കണ്ടിട്ടാ? സീരിയൽ എന്ത് പറ്റി? സീരിയലിന്റെ ഹീറോയിൻ എന്താണ്ട് വെച്ചോയി. സീരിയലിലെ ഹീറോയിൻ മരിച്ചിട്ടാ നീ കരണേ? മോങ്ങാതെ എടുത്തുപോയി വിശന്നിട്ട് കുടല് കയറിയണു. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നീ എന്നാട് പറഞ്ഞു? പിന്നെ എന്നാ ഉണ്ട് ഇവിടെ? ചെറു ചോറും മോരും ഉണ്ട്. മോരെങ്കി മോര് എടുക്ക. ഇത് വലിയ കുരിശായല്ലോ ഈ കുതിരാണ്ടം മേടിച്ച് ഇവിടെ വെച്ചത്. സമയത്ത് ആരും കിട്ടിയാലോ ഒന്നും കിട്ടിയല്ലോ. ഒരു മോര് കറി ഇങ്ങോട്ട് വന്നേക്കും. രാവിലെ പോലെ വൈകുന്നേരം വരെ ടിവിയുടെ മുമ്പിലിരുന്ന ആ നേരത്തെ എന്തെങ്കിലും ഇച്ചിരി മീനോ പച്ചക്കറിയോ വല്ല ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്നാ പറയാനാ? ഉള്ളത് കഴിയും മക്കളെല്ലാം. പിന്നെ ഡാഡിക്ക് വേറെ വൈഫ് ഉണ്ടോ? 2-3 വേണമെന്നുണ്ടായിരുന്നു. ഒരെണ്ണം കണ്ട് തന്നെ മടുത്തിരിക്കുക. അല്ല കുട്ടറ എന്നെ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, സീരിയൽ എപ്പോഴും എല്ലാവർക്കും 2-3 വയസ്സുണ്ട്. അതുപോലെ അവരെപ്പോഴും ഫൈറ്റിങ്ങും കരച്ചില. അതാണ് നമ്മളുടെ കൾച്ചർ. അതല്ല നമ്മുടെ കൾച്ചർ. അതിന്റെ പേര് സീരിയൽ കൾച്ചർ എന്ന് പറയും. അത് ചുമ്മാ തട്ടിപ്പിന് വേണ്ടിട്ട് ഉണ്ടാക്കി വെക്കണല്ലേ. നമ്മുടെ മലയാളം കൾച്ചർ വേറെയുണ്ട്, മനസ്സിലായോ? What is Malayalam culture? അത് പിന്നെ മലയാളം കൾച്ചർ ഈസ്
ആ ഈ പിള്ളേരുടെ ഒരു കാര്യം ഇവിടെ കൊണ്ട് വെച്ചേക്കുക. ഹലോ, ആ യോസേട്ടാ എന്നാണ്ട്? എന്നാ ഉണ്ട് വിശേഷം? ആ പിന്നെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോഴേ എനിക്കൊരു ഉപകാരം ചെയ്യണം, ചെയ്തേ പറ്റൂ. നമ്മുടെ 2 നേഴ്സസ് ഇന്ന് നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ വരുന്നുണ്ട്. വരുന്ന വഴി അവരെ പ്ലേസ് ചെയ്യാന്ന് വെച്ച് ഞാൻ ആ റിച്ചാർഡിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. റിച്ചാർഡോ? ആ ന്യൂയോർക്ക് മെഡിക്കൽ സെന്ററിലെ നേഴ്സിംഗ് മാനേജർ ഇല്ലേ അയാള്, റിച്ചാർഡ് തന്നെ, അത് തന്നെ. ആ തീറ്റിപ്പണ്ടാരത്തിന് രാവിലെ സിറ്റിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന്. ഞാനാണ് ട്രാഫിക്കിലായി പോവുകയും ചെയ്തു. നീ ഒരു കാര്യം ചെയ്യ്, അവരെ പിക്ക് ചെയ്ത് ആ ഗസ്റ്റ് ഹൗസിലൊന്നും ഉണ്ടാക്കുവോ പ്ലീസ്? അതിപ്പോ വാൻ റിൻസ് കൊണ്ടുപോയിക്കോണല്ലോ ചേട്ടാ. അത് നിന്റെ വണ്ടിയില്ലേ, അവന്മാർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളും. അവന്മാരാണോ? എങ്കിലാണ് എന്റെ വണ്ടി തന്നെ ധാരാളം. ഓക്കെ ഞാൻ കുഴപ്പമില്ല. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഓക്കെടാ, ബൈ. എന്തൊരു തണുപ്പ്! ഇതൊന്നും ഒരു തണുപ്പല്ല, അടുത്ത മാസം വരാൻ പോണ തണുപ്പ്. ആ തണുപ്പ് നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ കാറാ കയറിയിരുന്നു. ഞാനേ ജോസേട്ടനെ നിങ്ങൾ വന്ന വിവരം ഒന്ന് വിളിച്ചു പറയട്ടെ. ആ വണ്ടിയല്ല, അപ്പുറത്ത് കിടക്കണ കൊറോള. അതല്ല അതിന്റെ അപ്പുറത്ത് കിടക്കണ വണ്ടി. ഇത് പറയണില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ കയറിട്ടാം കേട്ടാ. ജോജേട്ടാ, ഇതൊക്കെ തന്നെയാണോ മെയിൻ പരിപാടി? അല്ലല്ല, എനിക്ക് പണി വേറെ ഉണ്ട് എന്റെ മോനെ. ഇത് നമ്മുടെ കസനാ ജോസിയേട്ടനെ. മൂപ്പരെന്ന് ബിസി ആയപ്പോ നിങ്ങളൊന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞ എന്നെ പറഞ്ഞു വിട്ടതാ. ആ സീറ്റ് വലുതൊക്കെ കിട്ടുമല്ലോ, പോലീസ് പിടിച്ചെങ്കിൽ പിന്നെ. പക്ഷെ എന്തിനും ബിൽഡിംഗ് ഒക്കെ ഇല്ല, ഭയങ്കര പൊക്കം കണ്ടില്ലേ ബിൽഡിങ്ങിന്റെ? ഈ റോഡൊക്കെ കണ്ടോ? എന്തൊരു മുട്ടൻ റോഡല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ. ഇതൊന്നും അല്ല റോഡ്. പറയുന്നത് നമ്മുടെ ടേൺ ബൈക്ക് എന്ന് പറഞ്ഞ റോഡുണ്ട് ഇവിടെ. മുട്ടൻ റോഡാ. ശരി, നമ്മുടെ നാട്ടിലെ ഒരു 16 റോഡ് കൂടുതൽ വീതി കണ്ടു. അതിലുദ്ദേശിച്ചൊരു എത്ര കാറൊക്കെ പോവച്ചേ? കാറിപ്പോ ആരെണ്ണണ് ഇങ്ങനെ ഷുറൂന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതൊരു ഒരു സെക്കൻഡിൽ ഒരു 50-100 കാറ് വരെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരാൾക്ക് ഉദ്ദേശിച്ച് എത്ര കാറുണ്ടാവും? ഒരാൾക്ക് ഒരു കാറേ കാണുള്ളൂ. പിന്നെ ബാക്കി ആൾക്കാര് വഴി കൂടെ ഒന്നും നടക്കത്തൊന്നുമില്ല. വഴി നടന്ന് വണ്ടി അടിച്ചാകില്ലേ, ഇങ്ങനെയല്ലേ പോണേ. കാറില്ല പിന്നെ ചുറു വണ്ടി പോണ പോലല്ലേ. അപ്പൊ അതിനിടയ്ക്ക് നടക്കാൻ പോയാ തട്ടിയിട്ടിട്ട് പോയെങ്കിലുണ്ടല്ലോ വല്ലവരും അറിയോ. അതുകൊണ്ട് പേടിച്ചിട്ട് ആൾക്കാര്. പിന്നെ നടക്കാൻ സൈഡിൽ കിട്ട സ്ഥലമുണ്ട്, അതിന് സൈഡ് വാക്ക് എന്ന് പറയും. അത് ശരി, അതേ നടക്കണം. പഠിച്ചോട്ടാ സൈഡ് വാക്ക് അങ്ങനെ പറയണം. സൈഡിൽ കിട നടന്നില്ലെങ്കിലുണ്ടല്ലോ. ഇതൊക്കെ നമുക്കിങ്ങനെ പലതും പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ. നിങ്ങൾ സൈഡ് വാക്ക് അല്ലാതെ വേറെ എന്നൊക്കെ ഉണ്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഡോണ്ട് വാക്ക് അങ്ങനെ പറയും. പിന്നെ അത് ഈ നടക്കരുത് എന്നുള്ളതാ. ചോദിച്ചു. ഞാൻ കുറച്ചു നേരം കൊണ്ട് ഇവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു മദാമയെ കാണുന്നില്ല. മദാമനെ കാണാം. അത് ചൂട് വരുമ്പോൾ ഇവര് ചെറിയ നിക്കർ കൊണ്ട് ചാടും. അങ്ങനെ കാണാം, നല്ല കാണാം കേട്ടോ. ഇതാണ് സിഗ്നൽ ലൈറ്റ്. നമ്മുടെ നാട്ടില് ടൗണിൽ കിട്ടിയാലൊക്കെ ഉള്ളൂ. അതാ ചോമയുടെ പോലീസുകാരില്ലയോ? എങ്ങനെ? ഉണ്ട്. പോലീസുകാർ നല്ല മിടുക്കന്മാരാണ്. അല്ല, ഈ ട്രാഫിക് പോലീസ് ഇല്ല. അത് വളരെ കുറച്ചേ ഉള്ളൂ. വല്ല അത്യാവശ്യം പാർട്ടി പരിപാടിയൊക്കെ വരുമ്പോ ഒരു പോലീസുകാരൻ നടുക്കിറക്കി നിന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും, അങ്ങോട്ട് പോകാൻ കാണിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനത്തെ ചീപ്പ് ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അതിനായി ലൈറ്റ് ഇതുണ്ടോ. ഇപ്പൊ പച്ച വന്നപ്പോ നമ്മൾ എടുക്കാം. അല്ല, അതൊന്നും നാട്ടിൽ പച്ചയില്ലടോ. നാട്ടിൽ പച്ചയാണോ?
പെട്ടി അങ്ങോട്ട് വെച്ചോ കേട്ടോ. അത് ഇവിടെ എവിടെയെങ്കിലും വെച്ചോ. അപ്പം ഇതാണ് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ്. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ദേ അവിടെ കിച്ചൺ, ഇവിടെ ബാത്റൂം. പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 2 മണിക്കൂറിനുള്ളിൽ ജോസണിങ് വരും. കൂടെ ആ നേഴ്സിംഗ് സൂപ്രണ്ട് മിസ്റ്റർ റിച്ചാർഡും കാണും. അദ്ദേഹത്തിന് നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നാളെ തന്നെ ജോലി തുടങ്ങാം. അതുകൊണ്ട് ഈ വേഷം ഒന്നും മാറ്റണ്ട. അങ്ങേര് വന്നിട്ട് പോയതിന് ശേഷം മാറ്റിയാൽ മതി. അപ്പൊ പിന്നെ ഞാനൊന്ന് പോട്ടെ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ പിന്നെ എല്ലാവിധ ആശംസകളും. ഒത്തിരി താങ്ക്സ്. ഓക്കെ, ശരി എന്നാ. ഇരുന്നോ. ഇതേതാ പന്ന സ്ഥലം എന്ന് തോന്നുന്നു. ഒരു മദാമയെ പോലും കാണുന്നില്ല. അവള് കുഴപ്പമില്ല. എവിടെ പട്ടി കൊണ്ടുവരാ? അയ്യേ, അവളാ പട്ടിയുടെ അപ്പീവായിരുന്നു. വല്ല ചെടിക്ക് വളമിടാനായിരിക്കും. ചാണകം വരുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെടിക്ക് വളമായിട്ടിട്ട എന്റെ അമ്മ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഇവന്മാരല്ലേ ഒരു സാധനം വെറുതെ കളയത്തില്ല. നീ അതൊക്കെ വിട്, എനിക്ക് നല്ല വിശപ്പുണ്ട്. അല്ല, നീ ഇതൊക്കെ കൂടെ ഊരാൻ പോണ? കഴുത്തിൽ ഈ പണ്ടാരെല്ലാം കൂടെ കുത്തിക്കയറ്റി മനസ്സമാധാനായിട്ടൊന്ന് മുള്ളാനോ കഴിക്കാനോ സാധിച്ചിട്ടില്ല. എനിക്ക് ഇതെല്ലാം ഊരിക്കളഞ്ഞിട്ട് ഒന്ന് ലാവിഷായിട്ട് കുളിക്കാൻ. അല്ല, മറ്റെങ്കിൽ നമ്മുടെ റിച്ചാർഡ് പദ്ധതില്ലേ? അങ്ങ് 2 മണിക്കൂർ കഴിഞ്ഞല്ലേ വരുള്ളൂ. ശരിയാണല്ലേ. ഉണ്ടായിരുന്ന 2 സിഗരറ്റും പൊട്ടിപ്പോയില്ല, അതും പോയി. ഇതിനകത്ത് എന്തോ കഴിക്കാൻ ഇരിപ്പുണ്ടായിരുന്നല്ല. എടാ, നമ്മുടെ അരിപ്പൊടി പൊട്ടിപ്പോടാ. ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഇതിനകത്തുണ്ടായിരുന്നു. കിട്ടി. വിശന്നിട്ട് കുറഞ്ഞു. നീ പെട്ടെന്ന് കുളിക്കാൻ നോക്ക്. നീ കുളിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ. എന്നെ ആളെ കൊല്ലിക്കാനുള്ള എന്ത് പറ്റി? മുതുവ് പുള്ളി ഉപ്പാടളി. എടാ, അതാ പൈപ്പിൽ വല്ല അഡ്ജസ്റ്റ്മെന്റ് കാണും. എന്റെ കാര്യം ഒന്നും. എന്റെ കൈ കൂടി നീ പൊളിക്കാൻ ഈടെ. പണിയായ വെള്ളം എടുത്തു വെച്ചാലും നീ പോയാ വാങ്ങ് തുറന്നിട്. ഞാൻ ഒക്കെ മുട്ടായിരിക്കും. ഇത് സ്വിച്ച് ഓഫ് കാണുന്നത്. നീ ഒരു കാര്യം ചെയ്യും, ഇതൊന്നും ഇതിലോട്ട് കയറില്ല. അല്ലേ വേണ്ട, ഇനി ഇത് പൊട്ടിക്കണ്ട. നിന്നെ ഞാൻ പൊക്കാം. Is everything okay, gentlemen? Sound is coming, sir. What are you guys smoking here? No smoking, sir. No smoking. We are making omelette, sir. Omelette. Making what? Omelette. Egg. You break, then you omelette. Oh, omelette. Yeah. Omelette. Everything's okay, sir. Sir, his name is Mahesh, sir, and my name is Baby, sir. Baby. Baby? Baby Kuttan, sir. We are nursing students. What are those packets over there? Oh, that one, sir. എടാ മഞ്ഞപ്പൊടി മഞ്ഞ മഞ്ഞപ്പൊടി I'm sorry?
I mean, sir, this is yellow powder, this is red powder. I know the colors. red chili, sir. Red chili. Curry powder. Curry powder. Curry powder. Yeah. So what are you guys, Indians? Yes, sir. We are from Kerala, sir. God's own country. What is that? Oh, this one, sir. The puttu This is puttu kutti, sir. You open this. You put You put rice flour, and the tenga, coconut. And put comes out as puttu. Put. For pot. Yes, sir. Pot. We are making pot. Making pot. Yeah. What's that over there? Oh, this one, sir. This is. Coconut. You coconut. You know coconut, and you scratch. You coconut. And sir, this is a weapon, sir. Weapon. That's a weapon? Yes, sir. Weapon to buy. weapon You guys see how this could be suspicious, right? Stay out of trouble. Richard, this is the guest house. The two guys just came from India. Okay. They have 4 years experience in nursing. പണ്ടാരം എന്തൊരു വേദന എൻ്റെ അമ്മോ കാലിലൊരു പീസ് പോയെന്നാടാ തോന്നുന്നത് ഒരു രക്ഷയില്ല ഏതായാലും ആ മാരണം മാറി കിട്ടിയല്ലോ അത് തന്നെ ഒരു സമാധാനം Mr. Richard, these are two nurses. What's that? Unfolding mundu. That's showing respect. Yeah? No. Over there on the table. You mean that? Yeah. Oh, okay. Come on, I'll show you. This is called puttugodam. Puttugodam. Make put. You know, open this. Then put some rice flour. Then you can also put some tenga. Oh, I'm sorry. I mean coconut. Coconut. Then the put comes out. comes out as puttu. Comes out as puttu. 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 Oh, puttu. Yeah, puttu.